UDF കേരളം ഭരിച്ചാൽ നമ്മുടെ നിരത്തുകളിലൊക്കെ തന്നെ സമര പരമ്പരകൾ അരങ്ങേറും, പ്രത്യേകിച്ച് തലസ്ഥാനമൊക്കെയാണ്. ഇപ്പം ഇടതുപക്ഷം രണ്ടാമത്തെ ടീം ഭരിക്കുന്നു. എന്നിട്ടും യൂണിവേഴ്സിറ്റികളടക്കം ഗവർണറുടെ ഔദ്യോഗിക വസതിക്ക് മുമ്പിലടക്കം വലിയ സമര പരമ്പരകളാണ് രണ്ടാഴ്ചയായിട്ട് അരങ്ങേറുന്നത്. ഇതിൻ്റെ കാരണമൊക്കെ വളരെ സിമ്പിളാണ്. ഒറ്റയടിക്ക് ഈ സമര പരമ്പരകളെല്ലാം തന്നെ നിൽക്കാൻ പോവുകയാണ്. കാരണം ഇതിൻ്റെ സ്വിച്ച് ഇരിക്കുന്നത് AKG സെൻറ്ററിലാണെന്ന് പറഞ്ഞാൽ ശരി. കറക്റ്റാണ്. കേരളത്തിലെ സമരങ്ങളുടെ ആഭാസം നമുക്ക് അസഖ്യമായി തീരുന്നത് അതുകൊണ്ടാണ്. ജെനുവിനായ കോസിന് വേണ്ടി സമരങ്ങൾ നടക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണം, വിദ്യാർത്ഥികൾ നടത്തുന്ന സമരങ്ങളൊന്നും വിദ്യാർത്ഥി പ്രശ്നങ്ങളുടെ പേരിലല്ല. തൊഴിലാളികൾ നടത്തുന്ന സമരങ്ങൾ ഒരു യൂണിയനും നടത്തുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല. അവരുടെ അവകാശ പത്രികയൊക്കെ എടുത്തു നോക്കൂ. എല്ലാ അവകാശ പത്രികയിലും ആദ്യത്തെ പകുതി എണ്ണമെങ്കിലും രാഷ്ട്രീയ ആവശ്യങ്ങളാണ് ആരും നടത്തുന്നത്. ഇപ്പോൾ താരതമ്യേന അതേ സമയത്ത് ജെനുവിനായ ജനകീയ സമരങ്ങളെ ഇവർ തൊഴിലാളി സമരങ്ങളായിട്ട് അംഗീകരിക്കുകയില്ല. ഇപ്പം ആശാമാരുടെ സമരം കണ്ടില്ല, അത് തൊഴിലാളി സമരമല്ല. കാരണം എന്താ, അത് ഞങ്ങളുടെ ആളുകൾ CITUവുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത യൂണിയൻ അല്ല അത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ CITU അഫിലിയേറ്റ് ചെയ്യാനുള്ള ഗുണം എന്താ, അവർക്ക് CPMൻ്റെ രാഷ്ട്രീയമായിരിക്കണം സമരത്തിൻ്റെ ലക്ഷ്യം. ഇതാണ് ഒരു അപകടം. SFIക്കാരെങ്കിലും ഇതിനകത്തുനിന്ന് പുറത്ത് നിൽക്കണ്ടല്ലോ. DYFIക്കാർ ഇപ്പോൾ എവിടെ പോയി? എവിടെ DYFIക്കാർ ഇല്ലാത്ത എന്താ? DYFIക്കാർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, CPMൻ്റെ ഭരണ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ എന്താണ് വഴി. അതിന് തല്ലാൻ പറഞ്ഞാൽ തല്ലും. മുഖ്യമന്ത്രി വഴിയിലൂടെ നടക്കുമ്പോൾ ആരെങ്കിലും കരിങ്കൊടി കാണിക്കുന്നുണ്ടെങ്കിൽ അവരെ പോയിട്ട് ആക്രമിക്കുക. അതും പോലീസ് ചെയ്യേണ്ട പണി ഇവരെ ഏറ്റെടുക്കുക. ഇത്തരത്തിലുള്ള സമരങ്ങളാണ്. ഇപ്പോൾ SFIക്കാരുടെ കാര്യമെങ്കിലും പരമദയനീയമല്ലേ? ആലോചിച്ച് നോക്കൂ. SFIക്കാർ എന്തിനാണ് സമരം ചെയ്യേണ്ടത്? അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സമരം ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ വിദ്യാർത്ഥിത്വമാണ് അവരുടെ ജാതി, സ്റ്റുഡൻഷിപ്പാണ് അവരുടെ ജാതി, അതായിരിക്കണം അവരുടെ ഐഡൻറ്റിറ്റി. അപ്പോൾ വിദ്യാർത്ഥി ജീവിതത്തിന് തടസ്സം നേരിടുന്ന ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതിനെയാണ് നേരിടേണ്ടത്. ഇപ്പോൾ എന്താണ് സത്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ അത്ഭുതം നിറഞ്ഞ രണ്ട് കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, കേരള യൂണിവേഴ്സിറ്റിയിലെ SFI. ഒടുവിലത്തെ ധാരാളം ഉദാഹരണങ്ങൾ ചരിത്രത്തിലുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലെ SFIയും കാലടി യൂണിവേഴ്സിറ്റിയിലെ SFIയും തമ്മിൽ എന്താ വ്യത്യാസം എന്നറിയോ? കേരള യൂണിവേഴ്സിറ്റിയുടെ VC നിർഭാഗ്യവശാൽ ഇവരോട് വിയോജിപ്പുള്ള ഗവർണർ നേരിട്ട് നിയമിച്ച ഒരു എന്ന് വെച്ചാൽ CPMൻ്റെ അടിമയല്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടാകും. ഇവിടുത്തെ ഏത് ഉദ്യോഗസ്ഥന രാഷ്ട്രീയം ഇല്ലാത്തത്? അതേസമയത്ത് കാലടിയിൽ CPM നിയമിച്ച CPMൻ്റെ ആജ്ഞാനുവർത്തിയായ ഒരു VC ഉണ്ട്. ആ VCക്കെതിരായി SFIക്കാർ സമരം ചെയ്യുമ്പോൾ അത് വിദ്യാർത്ഥികൾക്കെതിരാണ്, സ്ഥാപനത്തിനെതിരാണ്, യൂണിവേഴ്സിറ്റിക്കെതിരാണ്, നമ്മുടെ വിദ്യാഭ്യാസ താല്പര്യങ്ങൾക്കെതിരാണ്. ആരാ പറയുന്നത്? CPM തന്നെ. ഇതേ SFI പോയിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെ കാണിച്ചു വിട്ടു? മഹാരാജാസ് കോളേജിൽ എന്ത് കാണിച്ചു? അത് കണ്ടതല്ലേ നമ്മൾ. അതെ. വിക്ടോറിയ കോളേജിൽ എന്താ കാണിച്ചത്? ഇവർക്ക് എവിടെയാണ് വിദ്യാർത്ഥിത്വം എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ കാര്യം എന്തായിരിക്കണം? അതിൻ്റെ ഡിസിപ്ലിൻ വേണം, അതിൻ്റെ പെരുമാറ്റച്ചട്ടം വേണം. ഗുരുക്കന്മാരോട് മിനിമം ആദരവ് കാണിക്കണമല്ലോ, അക്ഷരം പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ മേധാവികളെ ബഹുമാനിക്കണം എന്നൊക്കെ പറയുന്നത് വേറെ ആർക്കും വേണ്ടിയല്ല, നമ്മൾ ജീവിതത്തിൽ എടുക്കേണ്ട ശീലമാണത്. ഞാനൊക്കെ ഏത് സ്ഥാപനത്തിൽ വന്ന് വർക്ക് ചെയ്താലും ആ സ്ഥാപനത്തിൻ്റെ മേധാവിയെ ബഹുമാനിച്ച് പഠിക്കുന്നത്, മിനിമം കൊടുക്കേണ്ട ഡ്യൂ റെസ്പെക്റ്റ് കൊടുക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥിത്വം കൊണ്ടാണ്, നമ്മൾ പഠിച്ചു വന്ന വിദ്യാഭ്യാസം കൊണ്ടാണ്. അപ്പോൾ ആ ക്വാളിറ്റി ഇല്ലാത്ത ഒരു തരത്തിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങൾ മാറുകയാണ്, SFI മാറുകയാണ്. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, 20 ദിവസം കേരളത്തെ കുട്ടിച്ചോറാക്കി. ഇപ്പോൾ ഒരു സ്വിച്ച് ഇട്ടിരിക്കുന്നു. ഈ പറഞ്ഞ വളരെ കറക്റ്റ്. AKG സെൻറ്ററിൽ നിന്നൊരു സ്വിച്ച് ഇട്ടു. എന്താ കാരണം എന്നറിയോ? രാഷ്ട്രീയം. അവർക്ക് VCയെ അങ്ങാടി തോറ്റേന് അമ്മയോട് എന്ന് പറയില്ലേ, VCയെ നിലക്ക് നിർത്താൻ സാധിക്കേണ്ടത് കേരളത്തിൻ്റെ യൂണിവേഴ്സിറ്റിയാണ്. വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടതാണ്. ഇനിയിപ്പോൾ ചാൻസലർ ഗവർണറാണെങ്കിൽ തന്നെ പ്രോ ചാൻസലർ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അവർ തമ്മിൽ രമ്യതയിൽ സംസാരിച്ചാൽ, സാമാന്യ ബോധത്തോടെ സംസാരിച്ചാൽ, ഭരണഘടന മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ. അവർക്ക് തമ്മിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്തും സാധിച്ചില്ല, ആർലേക്കറുടെ കാലത്തും സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ തമ്മിൽ തീർക്കാൻ പറ്റും. അതിൻ്റെ താഴെയല്ലേ VC വരുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അതിൻ്റെ താഴെ PVCമാരുണ്ട്. ഇതൊക്കെ ഒരു 3-4 ഉദ്യോഗസ്ഥർ തമ്മിൽ തീർക്കേണ്ട കാര്യത്തിന് ഇവർക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ തീർക്കാൻ പറ്റാത്തതിന്, അതിന് ആവശ്യമായ കാലിബർ ഇല്ലാത്തതുകൊണ്ട് ഈ തോറ്റുപോകുന്ന രാഷ്ട്രീയക്കാർ പിന്നെ ചെയ്യുന്ന പണി ഈ വിദ്യാർത്ഥികളെ കുട്ടിക്കുരങ്ങന്മാരാക്കി തെരുവിലിറക്കുകയാണ്. അതും ഭരിക്കുന്നത് CPM അല്ലെങ്കിൽ ഇടതുപക്ഷമാണ്. അവരെ അനുകൂലിക്കുന്ന വിദ്യാർത്ഥി സംഘടന തെരുവുകളിൽ അഴിഞ്ഞാടുക എന്ന് പറയാൻ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇവരെന്ന് ആലോചിച്ച് നോക്കൂ, ആത്യന്തികമായി ഇവർ ആരോടാണ് പോരുന്നത്? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് അവനെ നേരിട്ട് പഠിപ്പിക്കുന്ന പ്രൊഫസർമാരോ അസിസ്റ്റന്റ് പ്രൊഫസർമാരോ
അത് കഴിഞ്ഞാൽ അവൻ്റെ പ്രിൻസിപ്പലാണ്, അത് കഴിഞ്ഞാൽ അവൻ്റെ യൂണിവേഴ്സിറ്റിയുടെ VC-യും PVC-യുമാണ്. അതിൻ്റെ മീതെ ഇരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിനെ മൊത്തം ഭരിക്കുന്ന രണ്ടുപേരാണ് ഈ പ്രോ ചാൻസലറും ചാൻസലറും. ചാൻസലർ ആരാവട്ടെ, ആര് നിയമിച്ചതാവട്ടെ, ഒരു വിദ്യാർത്ഥിക്ക് ബഹുമാനിക്കാൻ ബാധ്യതയുള്ള ഒരാളാണല്ലോ ചാൻസലർ. ആ ചാൻസലറെ ഞങ്ങൾ ആലോചിച്ചു, ചാൻസലറെ ഞങ്ങൾ തല്ലും കൊല്ലും, ചാൻസലർ RSS ആരാവട്ടെ. ജനാധിപത്യ രാജ്യത്ത് എനിക്കിഷ്ടമില്ലാത്തവൻ കൂടി ഭരിക്കാനുള്ള അവകാശത്തിനാണ് ജനാധിപത്യം എന്ന് പറയുക. അതല്ലേ SFIക്കാർ ആദ്യം പഠിക്കേണ്ടത്. പക്ഷേ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആദ്യം തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ VC-ക്ക് എതിരായിട്ടുള്ള നിലപാട്, കാലിക്കറ്റ് VC ഒരു BJP അനുകൂലമായ സംഘടനയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്തു എന്ന് പറയുന്നു. ഇപ്പം മന്ത്രി പറയുകയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ അയാൾക്ക് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ രണ്ടാമത്തെ സ്വിച്ച് അമർത്തിയിരിക്കുന്നു. എന്ന് വെച്ചാൽ കേരളം കുട്ടിച്ചോറാക്കാനും ഈ VC-യെ ഭീഷണിപ്പെടുത്താനും VC ആക്രമിക്കാനും സ്വിച്ചിട്ടതും ഈ മന്ത്രി തന്നെയാണ്. VC RSS ആണ്. ഇപ്പോൾ അതേ മന്ത്രി പറയുന്നു RSSൻ്റെ പരിപാടിക്ക് എന്താ പോയിക്കൂടെ, ജനാധിപത്യ രാജ്യമല്ലേ, എന്താ പോയാൽ ഇത് നേരത്തെ പറഞ്ഞാൽ പോരെ. ഇവിടുത്തെ ഏത് ഉദ്യോഗസ്ഥന്മാരെ ഏത് പാർട്ടിയും വിളിക്കും. പാർട്ടിയുടെ വിദ്യാഭ്യാസ പരിപാടികളോ സാംസ്കാരിക പരിപാടികളോ ഏത് പരിപാടിക്കും വിളിച്ചൂടെ. ആദരണീയനായ അതിഥിയായിട്ടാണ് ഗവർണറെ വിളിക്കുക, അതുപോലെ തന്നെയാണ് VC-മാരെ വിളിക്കുക. നമ്മളൊക്കെ വിളിക്കാറില്ലേ VC-മാരെ, അവരുടെ രാഷ്ട്രീയം നോക്കിയിട്ടാണോ? ഇവർക്ക് സൗകര്യമുള്ളപ്പോൾ ഇവർക്കിപ്പോൾ ആ ഗവർണർക്കെതിരായി ആശയപരമായി ജയിക്കാൻ പറ്റാത്തടത്ത് ഈ കുട്ടികളെ ഇറക്കി വിടുക. ഇപ്പോൾ തോന്നി എന്താ കാര്യം എന്നറിയോ, 2 ഇലക്ഷൻ വരികയാണ്. മാത്രമല്ല ആരിഫ് മുഹമ്മദ് ഖാനിൻ്റെ ഒരു കുട്ടിക്കുറുമ്പ് പോലെയല്ല ആർലേക്കറുടേത്. അദ്ദേഹം കുറേ കൂടി സംവാദാത്മകമാണ്, കുറേ കൂടി ആശയതലത്തിലാണ് നിൽക്കുന്നത്. അത് കൂടുതൽ മുന്നോട്ട് പോയാൽ അപകടം ചെയ്യും എന്ന് വളരെ സൗമ്യമായിട്ട് ചെയ്യേണ്ട പണിയൊക്കെ ചെയ്തിട്ടാണ്. കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി കേരളത്തിൻ്റെ MP-മാരെ കൂട്ടി ഡൽഹിയിൽ പോയ ആളാണ് ഈ ആർലേക്കർ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം ഗവർണർ എന്ന നിലയിൽ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടാണ്. രാജ്ഭവനിൽ അദ്ദേഹം ആശയപരമായ സംവാദങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാളോട് ഈ ഫൈറ്റ് വല്ലാതെ മുന്നോട്ട് പോയാൽ അത് ആത്യന്തികമായി ദോഷം ചെയ്യുന്ന ആർക്കാണ് എന്ന് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ്, അതിൻ്റെ സിഗ്നൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോഴാണ് ആ സിഗ്നലിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കണ്ടില്ലേ ഇവരാരെയാണോ ഇതേ കാര്യത്തിന് ഇതേ VC-യുടെ മുമ്പിൽ കഴിഞ്ഞ ദിവസം കരിങ്കൊടി കാണിച്ചിട്ട് VC-യെ കൊല്ലാനും തല്ലാനും ആക്രമിക്കാനും പോയ അതേ SFIക്കാർ ഇന്നലെ കൈകൂപ്പി നിൽക്കുക VC-യുടെ മുമ്പിൽ. എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ VC-യോട് സമാധാനം ആരാ തീരുമാനിക്കുന്നത്? നമുക്ക് ഒറ്റ വിയോജിപ്പേ ഉള്ളൂ ഇവരോട്. നിങ്ങളുടെ സമാധാനവും നിങ്ങളുടെ കലാപവും തീരുമാനിക്കുന്നത് നിങ്ങളായിരിക്കണം, SFIക്കാരായിരിക്കണം, അവരുടെ ലീഡർഷിപ്പ് ആയിരിക്കണം. അതിൻ്റെ കാരണം വിദ്യാഭ്യാസ പ്രശ്നങ്ങളായിരിക്കണം. ഇപ്പോൾ പറയണത് ഞങ്ങളിപ്പോൾ VC-യോട് ഞങ്ങൾ സർട്ടിഫിക്കറ്റ്, ഈ പ്രക്ഷുബ്ധ കാലത്താണ് VC സർട്ടിഫിക്കറ്റുകൾ ഒക്കെ ഒപ്പിട്ടത്. ഇവർ കലാപം കൂട്ടുമ്പോഴാണ്, അല്ലാതെ ഇവർ സമാധാനം കൊടുത്തിട്ടല്ല. അയാൾ ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് ചെയ്യുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ സമരം ഉണ്ടായ സമയത്ത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വന്നിട്ട് ഇവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് ഈ സമരം ഇത്രയും രൂക്ഷമായത്. അങ്ങനെ എന്ന് പറഞ്ഞാൽ പാർട്ടി നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ തല്ലിക്കോ കൊന്നോ, നിങ്ങൾ തെരുവ് കുട്ടിച്ചോറാക്കിക്കോ, നിങ്ങൾ ഈ ആദരണീയമായ സ്ഥാപനത്തെ ഏത് യൂണിവേഴ്സിറ്റി ആയാലും, ആ യൂണിവേഴ്സിറ്റിയാണല്ലോ നമുക്കൊക്കെ അക്ഷരം പഠിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് ആ യൂണിവേഴ്സിറ്റിയെ നിങ്ങൾ തല്ലിക്കോ, നിങ്ങൾ പ്രിൻസിപ്പൽമാരെ കസേര കത്തിച്ചോ, നിങ്ങൾ പിന്നെ എല്ലായിടത്തും നിങ്ങൾ ഗുരുക്കന്മാരെ അപമാനിച്ചോ എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. മാത്രമല്ല ഒരു കേവലം VC-യുടെ കീഴിലുള്ളൊരു ഉദ്യോഗസ്ഥനാണല്ലോ രജിസ്ട്രാർ. രജിസ്ട്രാർ ആരോടാണ് ബാധ്യതപ്പെട്ടിരിക്കുന്നത്? VC-യോടല്ലേ. ഏറ്റവും ഉത്തരവാദപ്പെട്ട ആൾ അദ്ദേഹമല്ലേ. അതിൽ ഞാൻ സിൻഡിക്കേറ്റിനോടാണ്. സിൻഡിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞ നയരൂപീകരണ സമിതിയല്ലേ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയുടെ തലപ്പത്ത് നിൽക്കുന്നവരല്ലല്ലോ. സിൻഡിക്കേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന നയങ്ങൾ നടപ്പാക്കാൻ VC-ക്ക് ബാധ്യതയുണ്ട്, സമ്മതിച്ചു. പക്ഷേ രജിസ്ട്രാർ ആര് എവിടെ ജോലി ചെയ്യണം, ആര് ഗേറ്റ് കടക്കണം, ആര് കടക്കാൻ പാടില്ല, ആര് സീറ്റിലിരിക്കണം, ഇരിക്കാൻ പാടില്ല എന്നൊക്കെ തീരുമാനിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ഇവിടുത്തെ ട്രേഡ് യൂണിയനിസം, ഇവിടുത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയം, അത് രണ്ടും രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങളായി അടിമപ്പണി ചെയ്യുന്നതിൻ്റെ ദുരന്തമാണ് കേരളത്തിൻ്റെ ദുരന്തം. കേരള വികസനത്തിൻ്റെ ഏറ്റവും വലിയ തടസ്സവും ഇത് തന്നെയാണ്. മെറിറ്റ് ഇല്ലാതെ, ലോജിക്കില്ലാതെ, എത്തിക്സ് ഇല്ലാതെ നമ്മുടെ സംഘടിത ശക്തികളെല്ലാം, അത് വിദ്യാർത്ഥികളുടേത്, യുവജനങ്ങളുടേത്, സർവീസ് സംഘടനകളുടേത്, തൊഴിലാളികളുടേത് ഒക്കെ, ട്രേഡ് യൂണിയനിസം എപ്പോഴാണോ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കും എതിരായിത്തീരുന്നത്, രാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്കെതിരായി തീരുന്നത്, അതാണ് ഇതിൻ്റെ തടസ്സം. ഇപ്പോൾ ഭാരതാംബ യാതൊരു കുഴപ്പമില്ല. ഇപ്പം എന്താ കുഴപ്പം? ഇപ്പം എന്താ അടിയന്തരാവസ്ഥയെക്കുറിച്ച് വിമർശിച്ചാലൊരു കുഴപ്പമില്ല. ഇപ്പോൾ അതൊക്കെ ആവാം. കാരണം എന്താ വെച്ചാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ വരുന്നുണ്ട്, കാര്യങ്ങൾ അപകടമാണ് എന്ന് ഗവൺമെൻറ് മനസ്സിലാക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ സ്വിച്ച് ഇപ്പോൾ സിഗ്നൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇതാണ് കാര്യം. ഇങ്ങനെ വൃത്തികെട്ട തരത്തിൽ, പരിഹാസ്യമായ തരത്തിൽ
രാഷ്ട്രീയക്കാരുടെ, ഇത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും എതിരാണ്. EMS ആവർത്തിച്ച് പറഞ്ഞതാണ്, തൊഴിലാളികളുടെ താല്പര്യത്തിന് സമരം ചെയ്താൽ മതി, വിദ്യാർത്ഥികളുടെ താല്പര്യത്തിന് സമരം ചെയ്താൽ മതി. സാമാന്യം തലക്കകത്ത് ആൾപ്പാർപ്പുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ഇത് പറഞ്ഞിട്ടുണ്ട്. ആര് കേൾക്കാനാണ്? ഇപ്പോൾ അത് പണ്ടൊക്കെ ആണെങ്കിൽ കാലം കൊണ്ടായിരുന്നു. MV രാഘവനെതിരായിട്ട് സമരം ചെയ്തതും ഇപ്പോൾ ഫോറിൻ യൂണിവേഴ്സിറ്റികൾ അനുവദിക്കുന്നതും തമ്മിലുള്ളൊരു അകലം ആലോചിച്ച് നോക്കൂ. സ്വാശ്രയ കോളേജുകളാകാമോ എന്നായിരുന്നു തർക്കം. ഇപ്പോൾ കേരളം മുഴുവൻ സ്വാശ്രയ കോളേജുകളാണ്. സ്വാശ്രയ കോളേജുകൾ കൊണ്ട് നിറഞ്ഞു. മാത്രമല്ല ഇപ്പോൾ ഇന്ത്യൻ സ്വാശ്രയക്കാർ മാത്രമല്ല, വിദേശ യൂണിവേഴ്സിറ്റികളും തുറന്നു കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, തുറന്നു കൊടുക്കുന്നത് ശരിയോ തെറ്റോ ഒക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷേ ഇവർ ഇന്നലെ എടുത്ത നിലപാട് എന്തായിരുന്നു? പണ്ടത് വർഷങ്ങൾ കൊണ്ടായിരുന്നു മാറ്റമെങ്കിൽ ഇപ്പോൾ ദിവസങ്ങൾ കൊണ്ട് മാറ്റം വരുന്നു. 20 ദിവസം കൊണ്ട് ഒരേ കാര്യത്തിൽ ഒരേ യൂണിവേഴ്സിറ്റി VCയോട് ഒരേ വിദ്യാർത്ഥി പ്രസ്ഥാനം കാണിക്കുന്ന നിലപാട്, മാത്രമല്ല കേരളയിൽ നിന്ന് കാലടിയിലെത്തുമ്പോൾ ഒരേ വിദ്യാർത്ഥി പ്രസ്ഥാനം കാണിക്കുന്ന ചാഞ്ചാട്ടം പരിഹാസ്യമാണ്. അതിൽ നിന്ന് പഠിക്കേണ്ടത് ആദ്യം SFIക്കാരാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ ആദ്യം വിദ്യാർത്ഥികളാവട്ടെ, അപ്പോൾ നാട് നന്നാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.